വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളെ പ്രശ്നം നോക്കിയിട്ട് അയാൾക്ക് എന്താണ് പ്രശ്നം, അപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് ഒരു മരുന്ന് കുറിക്കുന്ന മാതിരിക്കാണ്. ഒരു ഡോക്ടർ നോക്കിയിട്ട് നമ്മൾ മരുന്ന് ചെയ്യല്ലോ, അപ്പോൾ ഇയാൾക്ക് ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ 5-6 മരുന്ന് എഴുതും എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഈ പൂജകളുടെ പ്രത്യേകത. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ ഒരു പൂജ അയാൾക്ക് ദോഷം മാറാൻ, ഒരു പൂജ അയാൾക്ക് കാര്യസാധ്യത്തിന്. ഇപ്പോൾ ഗണപതി ഹോമം എന്ന് പറഞ്ഞ സംബന്ധിച്ച കാര്യസാധ്യമാണ്. അപ്പോൾ ഈ ഗണപതി ഹോമം തുടങ്ങിയിട്ടാണ് ബാക്കിയുള്ള പൂജകൾ ചെയ്യുക. അപ്പോൾ പ്രത്യങ്കരി മേഡം ചോദിച്ച മാതിരി പ്രത്യങ്കരി ഹോമം എന്ന് പറയുമ്പോൾ ആ പ്രത്യങ്കരി ഹോമത്തിന് സമയമുണ്ട്, അതിൻ്റെ നിഷ്ഠയുണ്ട്. അത് ഒരു ഉപാസനയിൽ കൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തത് അത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി കുറച്ച് കൊണ്ടുവന്ന് വേറെ പൂജകൾ ചെയ്യണം. അതായത് സുദർശന ഹോമം, സുഹൃത ഹോമം അതൊക്കെ ചെയ്തിട്ട് വളരെയേറെ നല്ല രീതിയിലായി വരണം സംഭവം. അതാണ് കുറച്ച് കൊണ്ടുപോകണം. അതായത് ശാക്തേയമാണ് പ്രത്യങ്കരി, അതിൻ്റെ ശക്തി കുറയ്ക്കാൻ വൈഷ്ണവത്തിനേ കഴിയുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂജ ഏതാണ്? ഇതിൽ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാം പ്രധാനം തന്നെയാണ്, ഒന്നിലേക്ക് മുന്നിൽ. ലക്ഷങ്ങൾ മുടക്കിയിട്ടൊക്കെ പൂജ ചെയ്യുന്നു കേട്ടിട്ടുണ്ട്. അതെ അതെ അതെ, ഒരുപാട് വലിയ വലിയ ഹോമങ്ങളും പൂജകളൊക്കെ. അപ്പൊ അതൊക്കെ എന്തിനായിരിക്കും? അല്ലെ, ലക്ഷങ്ങൾ മുടക്കി പൂജ എന്ന് പറയുന്നത് അതിൻ്റെ പൂജേൻ്റെ നീളം മാതിരിയാണ്. അതാണ് ലക്ഷങ്ങൾ മുടക്കുന്നത്. അല്ലാണ്ട് പൂജയ്ക്ക് ലക്ഷങ്ങൾ വേണ്ട. അതായത് നമ്മളിപ്പോൾ ഒരു 7 ദിവസം ഇപ്പോൾ യാഗം ഹോമം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു കോസ്റ്റ്ലി എന്ന് പറയുന്നത് നമ്മൾ എത്ര ദൈർഘ്യം കൊടുക്കുന്നോ അത്രയും കൊണ്ട് പൈസ കൂടും. ഇപ്പോൾ ഒരാൾ അരമണിക്കൂർ കൊണ്ടും അല്ല ഒരു മണിക്കൂർ കൊണ്ടും അല്ലെങ്കിൽ 5 മണിക്കൂർ കൊണ്ടൊക്കെ പൂജ ചെയ്യാം. അപ്പോൾ പൂജ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മളവിടെ ശരിയായിട്ട് വരുന്നത് വെച്ചാൽ അവരെ പേരിൽ ഹോമിക്കുക, അതേമാതിരി മന്ത്രങ്ങൾ ഉരുവിടുക എന്നുള്ളതാണ്. അപ്പോൾ 3008 ഉരുക്കഴിക്കുക എന്ന് പറയുമ്പോൾ ആ 3008 എനർജി ലെവൽ കൂടും. അതുകൊണ്ടാണ് എത്രയും നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഒരു പൂജ ചെയ്ത് അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞ് കാര്യം ശരിയാവില്ല. പൂജകൾക്ക് സത്യമുണ്ട്. മേഡം ഇപ്പോൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യം അതാണ്. അത് തമിഴ്നാട്ടുകാർക്ക് ശരിക്കും അറിയാം, അല്ലെങ്കിൽ കർണാടകക്കാർക്ക് അറിയാം, അല്ലെങ്കിൽ ആന്ധ്രക്കാർക്ക് അതറിയാം. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എനർജി ലെവൽ കൂടും. കാരണം അതിൻ്റെ പ്രത്യേകത വെച്ചാൽ അവർ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ അവർ വേറെ വിഷയം വെച്ചാൽ കർമ്മത്തിലൂടെ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറയാണ്, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പലിശ കൊടുക്കുന്ന അണ്ണന്മാരുണ്ടല്ലോ, അവർ ഇവിടുന്ന് പലിശ മേടിച്ചു കൊണ്ടുപോയിട്ട് അതിൻ്റെ പകുതി പൈസ ക്ഷേത്രത്തിലാണ് അവിടെ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ പാപഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. ശബരിമലയത്തിൽ പ്രത്യേകത എന്താ വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ നിന്നൊക്കെ ഓരോരുത്തർ വരുന്നുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞ് ഇന്നിപ്പോൾ ഇവിടെ വന്ന് തൊഴുത് പോകുമ്പോൾ അന്ന് അയാൾ വീട്ടിലെത്തി, അതായത് ഇവിടുന്ന് തിരിച്ചു പോയിട്ട് അയാൾ വീട്ടിലെത്തിയിട്ട് പിറ്റേത്തെ വർഷത്തേക്ക് അവരൊരു ഹുണ്ടിക അറിയും. ആ ഹുണ്ടികയിൽ പൈസ ഇട്ട് തുടങ്ങുകയാണ്. പക്ഷെ അവരെ സംബന്ധിച്ചോളം അവർ അടുത്ത കൊല്ലത്തേക്ക് ഈ കൊല്ലം ഒരുങ്ങുകയാണ്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.